ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പകലൊന്നുമല്ല, അടുക്കളയല്ല, ഇന്ന് നോക്കൂ ദേ രാത്രിയായി. ഇപ്പോൾ റോഡും കുറേ വണ്ടികളും മാത്രമല്ലേ കാണുന്നത്. അപ്പോൾ ഇന്നൊരു രാത്രി വീഡിയോ ആണ്. രാത്രി എന്ന് പറയാൻ ഒരുപാട് സമയമായില്ല, ഒരു 7:45 8 മണി ആവാറായി കേട്ടോ. 8 മണി അടുപ്പിച്ചായി. അപ്പം ഞാൻ ഓർത്തേ നമുക്ക് പകൽ നമ്മൾ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ പച്ചക്കറി മേടിക്കാറുണ്ട്. എന്നാലും ഇടയ്ക്ക് നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് മേടിക്കണമെങ്കിൽ നമ്മൾ സിറ്റിയിൽ പോയി മേടിക്കും. അപ്പം ഇന്നോർത്തു വൈകുന്നേരം ആയപ്പം കുറച്ച് പച്ചക്കറി പോയി മേടിക്കാമെന്ന് ഓർത്ത്. ഇപ്പം നമ്മൾ വേരാവലിൽ എത്തിയിട്ടുണ്ടേ. പാട്ടൻ ദർവാജ എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ ആ അടയാളമാണ് ഈ ആർച്ച് പോലെ കാണുന്നത്. ഇതിനുള്ളിലൂടെ നമ്മൾ പോയാൽ സിറ്റിയാണ്. അതിനുള്ളിലൂടെ കുറേ കടകളും സംഭവങ്ങളും ഒക്കെ ഉള്ളൊരു ചെറിയൊരു സിറ്റിയാണ് അതിനുള്ളിൽ. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന അതാണ് മെയിൻ സിറ്റി ആയിട്ടുള്ള ഏരിയ. അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. റെയിൽവേ സ്റ്റേഷനും ഒക്കെ ആ സൈഡിലായിട്ടാണ്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, പോകുന്ന ഓരോ ബൈക്കിൽ പോകുന്ന ചേട്ടന്മാരെയും കണ്ടോ, ആരെങ്കിലും ഹെൽമെറ്റ് വെച്ച് കണ്ടോ നിങ്ങൾ? ഇവിടെ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പിടിച്ച് അപ്പം തന്നെ, ഹെൽമെറ്റ് ഇല്ലെങ്കിലും ഒക്കെ ഇവിടെ പിടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഹെൽമെറ്റിൻ്റെ പേരെന്നല്ല, എന്തെങ്കിലും അവർ എന്താ പറയുക, പിടിക്കാറൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ അധികവും ഞാൻ കണ്ടിട്ടില്ല ഹെൽമെറ്റ് വെച്ച് ഉള്ള ആൾക്കാരെ. അപൂർവമാണ് ഹെൽമെറ്റ് വെച്ച് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോയി. അപ്പം ഇപ്പോൾ കാണുന്നവരോർക്കും ഇവർക്ക് പകലൊന്നും പച്ചക്കറി മേടിക്കാൻ സമയമില്ലായിരുന്നോ എന്നോർക്കും. പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒന്നിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചല്ലേ. പിന്നെ ഓട്ടോയ്ക്ക് വന്ന് കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പകൽ വന്ന് മേടിക്കുക. അപ്പം ഞാൻ ഓർത്തു വൈകുന്നേരം പുള്ളിയും പറയും, എന്തേലും അപ്പൂസ് പറയും വൈകുന്നേരം വാങ്ങാം. കാരണം 7:30 വരെയല്ലേ ഉള്ളൂ ഡ്യൂട്ടി ടൈം. ഇപ്പോൾ ജോലിയൊക്കെ കുറവായതുകൊണ്ട് 7:30 ആകുമ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ആ സമയത്ത് മേടിക്കാം. ഇപ്പോൾ കടകളൊക്കെ അടയ്ക്കണമെങ്കിൽ 10 മണിയൊക്കെ ആവും. പച്ചക്കറിയൊക്കെ ഏകദേശം പച്ചക്കറിയുടെയൊക്കെ അവരൊക്കെ അടച്ചു പോകണമെങ്കിൽ ഏകദേശം 10 മണിയൊക്കെ ആവാറാവും. അപ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു റോഡ് ആ സൈഡിലാണ്. അവിടെ ഇങ്ങനെ കുറേ പച്ചക്കറി 2 സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കി ഉള്ളത് ഒരിടത്തില്ലാത്തത് അപ്പുറത്തുനിന്ന് മേടിച്ച് ഇങ്ങനെ ഓരോരുത്തരത്തുനിന്ന് വാങ്ങി അങ്ങനെ പോവേ. ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെ കടകളിൽ അങ്ങനൊന്നുമില്ല. അവരിങ്ങനെ ഇതുപോലെ പാത്രങ്ങൾ തുണി വിരിച്ച് ഇങ്ങനെ ഇട്ടിട്ട് പാത്രങ്ങളും കൊട്ടയൊക്കെ വെച്ച് അതിനകത്ത് ഇങ്ങനെ പച്ചക്കറിയൊക്കെ വേറെയാക്കി വെച്ച്, നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ഒരു കിറ്റ് അല്ലെ സാമ്പാർ കിറ്റ്, അവിയൽ കിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേടിക്കത്തില്ലേ 100 രൂപയുടെ പച്ചക്കറി. അങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്കറിയില്ല, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ 10 രൂപയ്ക്കാണേലും 5 രൂപയ്ക്ക് ചോദിച്ചാലും അതിലേത് സാധനവും നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലങ്ങനെ കിട്ടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഓരോ പച്ചക്കറിയും വാങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ മോൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്താ ഇന്ന് 200 പച്ചക്കറി വാങ്ങലെന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്നെ കളിയാക്കുക. അപ്പോൾ അവനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ എന്താ പറയുക, കുറേ പച്ചക്കറികളൊക്കെ എടുത്ത് കുറേശ്ശെ എല്ലാം അങ്ങനെ നമ്മൾ 1/4 കിലോ അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ ഐറ്റങ്ങൾ മേടിച്ച്. അപ്പോൾ വേറെ കുറേ ആൾക്കാർ അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടുന്ന് കുറച്ചിങ്ങനെ വാങ്ങാം. എന്നിട്ട് അപ്പുറത്തുമൊക്കെ ഉള്ളിടത്തുനിന്ന് ഇങ്ങനെ ഉള്ളിടത്തുനിന്ന് മേടിച്ച് ഇങ്ങനെ പോവേ. മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട്, നല്ല കാറ്റും ഉണ്ട്. അപ്പം ഇവിടുന്ന് ഏകദേശം മേടിച്ചിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയി അവിടെ ചീരയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ചീരയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പം സന്ധ്യയായിട്ടും രാത്രിയായിട്ടും അധികം വാടിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും ഈ പാലക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ പെട്ടെന്നൊന്നും എന്താ പറയുക വാടിയിരിക്കും. പക്ഷേ ഈ ചീരയൊക്കെ നല്ല ഫ്രഷ് ചീരയായിട്ടിരിക്കുവാണ്. അങ്ങനെ കുറേ ചീരയും സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ വിലയൊക്കെ ഇങ്ങനെ ചോദിച്ചും ഇവരെന്തെടുത്തിട്ടും ഞാനിങ്ങനെ വില ചോദിക്കും. കാരണം ഇപ്പം നല്ല വിലയാണ് പച്ചക്കറിക്ക്. ഇപ്പോൾ വിലയുണ്ട് അത്യാവശ്യം. കാരണം മീൻ അങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ട് പച്ചക്കറിക്ക് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അങ്ങനെ ചില്ലറയൊക്കെ പെറുക്കുവാണ്. ചില്ലറയ്ക്കാണ് ക്ഷാമം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെറുക്കി കൊടുത്ത് ഇങ്ങനെ ഓരോ സൈഡിൽ ഇപ്പുറത്ത് വന്നു. അപ്പോൾ നമ്മൾ ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടോ തക്കാളിക്കൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ, എന്ത് രസമാണ് കാണാനല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ അത് കഴിഞ്ഞ് ക്യാപ്സിക്കവും ക്യാരറ്റും ബീട്രൂട്ടും സംഭവങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഞാൻ ക്യാരറ്റൊന്നും അവിടെ ഇല്ലായിരുന്നു, അപ്പുറത്ത് മേടിച്ചെടുത്ത്.
അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ എടുത്ത് വിലയൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ എല്ലാ ഐറ്റവും ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഈ സൈഡിൽ. നമ്മൾ ഫസ്റ്റിലേ വന്ന് അവിടെ ഇറങ്ങിയോണ്ട് ഞാൻ അങ്ങോട്ട് ആദ്യം കണ്ട് അവിടെ നിന്ന് വാങ്ങാനായിട്ട് നിന്നു. അപ്പം ആ ചേച്ചി ചേട്ടനും വേറൊരാൾക്ക് പച്ചക്കറിയൊക്കെ എടുത്ത് കൊടുക്കുന്ന ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഞാൻ ആദ്യം ചെന്ന് ഇപ്പുറത്തൊരാൾ നിന്ന് ആ ആളിനോട് ചോദിച്ചു. അവിടെ പച്ചക്കറി വാങ്ങാൻ വന്ന ആളിനോട് ഞാൻ ആദ്യം കയറി ചോദിച്ചു കേട്ടോ. അതിന് എൻ്റെ മോൻ കളിയാക്കുമായിരുന്നു. പിന്നെ ആ ചേച്ചി അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ അതൊക്കെ നല്ലതൊക്കെ നോക്കിയെടുക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ ചീത്തയായിട്ടുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയും ഫ്രീഡം ഉണ്ടാകത്തില്ല. പച്ചക്കറിക്കൊക്കെ ആണെങ്കിലും സാധനങ്ങളിങ്ങനെ നോക്കി നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനും ഒന്നും പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അന്നത്തെ കാലത്തൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നമ്മൾ കടയിൽ ചെന്നിട്ട് നമുക്ക് ഇത്ര രൂപയുടെ പച്ചക്കറി വേണമെന്ന് പറയുമ്പോൾ അവർ തരുന്നതല്ലേ. പക്ഷേ ഇവിടെ ഇപ്പം എങ്ങനെയാണ് നാട്ടിലെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് നുള്ളിപ്പെറുക്കി എടുക്കുക, എന്നിട്ട് ഇത്ര വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേശ്ശെ ക്യാരറ്റും നല്ല വിലയായതുകൊണ്ട് അത്യാവശ്യം വിലയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെ എല്ലാം എടുത്തു. നമുക്ക് പിന്നെ വന്ന് വാങ്ങാമല്ലോ. ഇതിപ്പോൾ ധാരാളം നമുക്ക് 1.5 ആഴ്ച നന്നായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേശ്ശെ സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ വിലയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പുറത്തോട്ടൊക്കെ ഇങ്ങനെ പോയി നോക്കുമായിരുന്നു. അപ്പം എന്താ പറയുക, അപ്പം ആ സൈഡിൽ എല്ലാ ഐറ്റവും ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴേ മത്തങ്ങ കണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പം എന്താ പറയുക, അവിടെ കാച്ചിലൊക്കെ ഇരിക്കുന്നു. ഞാൻ ഈ ചേനയും ചേമ്പുമൊക്കെ സാധാരണ കണ്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ ഈ വലിയ മാർക്കറ്റിലൊക്കെ വന്നാൽ കാണാൻ പറ്റും. പക്ഷെ കാച്ചിൽ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കങ്ങ് അതിശയം, അത് കാച്ചിൽ തന്നെ ആണോ? ഞാനപ്പോൾ ഇങ്ങനെ കാച്ചിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. കെട്ടിയവനോട് ഇങ്ങനെ ചോദിക്കുക, ഇത് കാച്ചിൽ തന്നെ ആണോ? അന്നേരം ആണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവിടുന്ന് മത്തങ്ങ മേടിച്ചു കേട്ടോ. മത്തങ്ങ 1 കിലോ മത്തങ്ങയൊക്കെ തരാൻ പറഞ്ഞു. മത്തങ്ങയൊക്കെ എടുത്തു. പിന്നെ ഇപ്പുറത്തോട്ട് മാറി നമുക്ക് ചീരയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചീര അപ്പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്ത് പാലക്ക് ഇരിക്കുന്നത് കണ്ട് പാലക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പാലക്കൊക്കെ എന്താണ് നോക്കുക, വെള്ളം പിടിച്ചങ്ങ് ഇടയ്ക്കൊക്കെ അങ്ങ് ഇതായതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞു പെറുക്കിയൊക്കെ നോക്കിയപ്പോൾ 2 എടുത്തു. നമ്മൾ ചീരത്തോരൻ വെക്കുന്ന പോലെ മുട്ടയിട്ട് ചിക്കി എടുക്കാൻ നല്ലതാണ് പാലക്കെ. കാച്ചില് അങ്ങനെ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്നും എന്താ പറയുന്നത് കിട്ടാത്ത ചേമ്പും ചേനയൊക്കെ കുറേശ്ശെ മേടിച്ചു കേട്ടോ. ഞാൻ മേടിച്ചിട്ട് നമ്മൾ നേരെ അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ സിറ്റിക്കകത്തോട്ട്. സിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചില്ലേ, പാട്ടൻ ദർവാജ എന്ന് കാണിച്ച ആർച്ച് കാണിച്ചില്ലേ, അതിനുള്ളിലൂടെ വരുമ്പോൾ ഈ സിറ്റിയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ ഉള്ള സിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് ഈ സിറ്റിയെ. അപ്പോൾ അത് ഒരുപാട് റോഡുകളുണ്ട്. ഇതുവഴിയൊക്കെ പോകാം കേട്ടോ. ഇതുവഴി പോയാലും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ തെറ്റിപ്പോകും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോഡുകളാണ്. ഇതുവഴി പോകണമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ നാട്ടിലെ പോലെ ഭയങ്കര റോഡിന് വീതിയോ അങ്ങനെയൊന്നുമില്ല. ഇതെൻ്റെ കണ്ടോ, കടകളും സാധനങ്ങളും ഇതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ആളുകൾ വരികയും. നമ്മളൊരു 4:30-5 മണി സമയത്തൊക്കെ വന്ന് നമുക്ക് ഇതിനകത്തൂടെ വണ്ടിയും കൊണ്ടൊക്കെ വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ആ സമയത്താണ് ഈ പെണ്ണുങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വൈകുന്നേര സമയമാകുമ്പോഴാണ്. കാരണം ചൂടൊക്കെ കൊണ്ടായിരിക്കും. വൈകുന്നേര സമയങ്ങളിലാണ് ഭയങ്കര തിരക്കായിരിക്കും. മുസ്ലിംസിൻ്റെയൊക്കെ ഭയങ്കര, അവരൊക്കെ ആ സമയത്താണ് വരുന്നത് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇങ്ങനെ വഴിയരികിലൊക്കെ പുട്ട്, വള, കമ്മൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വിൽക്കുകയും, ഇങ്ങനെ പാനിപ്പൂരി കട, നാരങ്ങ വെള്ളക്കട, ജ്യൂസ് കട, അങ്ങനെയൊക്കെ കുറേ കടകൾ, ഡ്രസ്സും വളയും മാലയും കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ വണ്ടിയൊക്കെ എടുത്തു. കുറച്ച് സാധനങ്ങളല്ലാതെ എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് മേടിച്ച പച്ചക്കറികളൊക്കെയാണ് ഇത്രയും സംഭവങ്ങൾ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് 1.5-2 ആഴ്ചയോളം നന്നായിട്ട് ഓടും കേട്ടോ. ഓടിക്കും നമ്മൾ. അങ്ങനെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കറിയൊന്നും വെക്കാതാണ് പോയത് കേട്ടോ. കുറച്ച് കറി ഉച്ചക്കത്തെ ഉണ്ട്. അപ്പം ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഓർത്ത് മുട്ടയൊന്ന് 2-3 മുട്ട ചിക്കി എടുക്കാമെന്ന് ഓർത്ത് 2-3 സവോളയൊക്കെ പൊളിച്ച് കഴുകി അരിയാൻ നോക്കുവാണേ. അപ്പോൾ അതിനുള്ള പണിയിലാണേ ഞങ്ങളെ. അപ്പോൾ ഇന്ന് അടുക്കളയിലെ ഭരണം ഞാൻ മാത്രമല്ല വൈകുന്നേരം ആയപ്പോൾ ഏറ്റെടുത്തത് കേട്ടോ. മോനും
കയറി, അവനും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അമ്മേ ചപ്പാത്തിക്ക് കുഴച്ച മാവൊക്കെ ഇരിപ്പുണ്ടല്ലോ അല്ലേ, പറയാൻ ഉണ്ടെന്ന് പറയാം, എന്നാൽ നമുക്ക് കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി. അവൻ ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടി മാവൊക്കെ പുറത്തെടുത്ത് വെച്ച് പുള്ളി ചപ്പാത്തി പരത്താനുള്ള പ്ലാനിലാണ്. അപ്പം ഞാൻ ഒരു 2-3 സവോളയൊക്കെ പൊളിച്ച് അരിഞ്ഞ് ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ട് ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വേറെ കുറച്ച് കറി ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഓർത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണമല്ലോ എന്ന് ഓർത്ത് മുട്ട ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഇഞ്ചിയും എന്താ പറയുന്നത് സവോളയൊക്കെ അരിഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവനവിടെ ചപ്പാത്തിക്കുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ തലേന്ന് വെള്ളത്തിൽ പയറിട്ടിട്ട് രാവിലെ എടുത്തപ്പോഴത്തേക്ക് നല്ലതുപോലെ മുളച്ച് വന്നായിരുന്നേ പയർ, നമ്മുടെ ചെറുപയർ. അപ്പോൾ അത് ഞാനൊരു തുണിയിൽ പിറ്റേന്ന് രാവിലെ എടുത്ത് ഞാൻ കെട്ടിവെച്ചു. രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ടു. എന്താ പറയുക, പിറ്റേന്ന് രാവിലെ എടുത്ത് തുണി കെട്ടി വെച്ചിട്ട് രാത്രി എടുത്തപ്പോൾ കാണുന്നതാണ് നല്ലതായിട്ട് മുളച്ച് വന്നത്. നല്ല എന്താ പറയുന്നത്, അങ്ങനെ കഴിക്കുന്നവർക്കും അങ്ങനെ സാലഡിൻ്റെ ഒക്കെ കൂടെ ഇട്ട് കഴിക്കാം, ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് അല്ലാതെയൊക്കെ നല്ല ഗുണങ്ങളുള്ള സംഭവം. അപ്പോൾ അത് തോരനൊക്കെ വെച്ചാൽ എൻ്റെ വസുമോനും ഇഷ്ടമാണ്, പിന്നെ അപ്പൂസിനും ഇഷ്ടമാണ്, എനിക്കുമൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നാളെ പകലുണ്ടാക്കാമെന്ന് വിചാരിച്ചു, നാളത്തെ ചോറിന് വേണ്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്, ഇനി പുറത്ത് വെക്കേണ്ടെന്ന് ഓർത്തു. അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി, എന്താ പറയുക, കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളിക്കൊക്കെ അരിഞ്ഞിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ചിക്കി, എന്താ പറയുന്നത്, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് 2-3 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട്. അപ്പം മോൻ അവിടെ നിന്ന് ചപ്പാത്തി പരത്തുന്നുണ്ട് കേട്ടോ. അവന് ചപ്പാത്തി പരത്തുന്നതിനൊന്നും കുഴപ്പമില്ല, ഞാനങ്ങനെ പിന്നെ ചെയ്യിക്കാറില്ല എന്നല്ല, പുള്ളി ചപ്പാത്തി പരത്തുമ്പം കുറച്ച് ചപ്പാത്തി എന്നല്ല, അവൻ എന്ത് ജോലിയും ചെയ്യുമ്പം കുറച്ച് എന്താ പറയുന്നത് സമയമെടുത്താണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യും, കുറച്ച് സമയമെടുക്കും. ചില സമയത്ത് ധൃതി പിടിച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ ഞാനങ്ങ് ചെയ്യും. അപ്പം ഞാൻ ഇടയ്ക്ക് ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട്, കാരണം അതിനകത്ത് ഇടയ്ക്ക് കോള് വരുന്നുണ്ടായിരുന്നേ, അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് തുമ്മലും, എനിക്ക് പൊടി എന്തെടുത്താലും അപ്പം തുമ്മലും, മുളക് പൊടിയും മല്ലിപ്പൊടിയാണേലും മഞ്ഞൾപ്പൊടിയാണേലും ഗോതമ്പ് പൊടിയാണേലും എന്തെടുത്താലും അപ്പം ഞാൻ തുമ്മും. അതാണ് എൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്ക് മോൻ പറയും, എനിക്ക് പൊട്ടിച്ചൊഴിക്കണമായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പിന്നെ ഇടയ്ക്ക് കയറി വന്നു കേട്ടോ. അങ്ങനെ 2-3 മുട്ടയൊക്കെ എടുത്ത് പൊട്ടിച്ചൊഴിച്ചു. 3 മുട്ട എടുത്തോളൂ കേട്ടോ, നമുക്ക് അന്നേരത്തേക്ക് മതിയല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തൊഴിച്ച് നന്നായിട്ട് ചിക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചപ്പാത്തിയും കൂടെ ചുടണം. അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നോട് അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ എനിക്ക് തോന്നുന്നു എന്നോടാണ് കൂടുതൽ വന്ന് പുള്ളിയെല്ലാം സ്കൂളിലാണേലും കളിക്കാൻ പോകുന്നിടത്താണേലും എന്ത് കാര്യങ്ങളും അവൻ കൂടുതൽ എന്നോടാണ് വന്ന് പറയാറുള്ളത്. അപ്പനോടെല്ലാം പറയും, എന്നാലും കൂടുതലും അത് അങ്ങനെ ആയിരിക്കുമല്ലേ, ആ മക്കൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അമ്മമാരുമായിട്ടാണ് കൂടുതൽ ഇതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറയുന്ന അവൻ ചപ്പാത്തിയൊക്കെ പരത്തി തന്ന് മുട്ട തോരൻ എന്തായാലും മുട്ട ചിക്കി എടുത്തത് എന്തായാലും റെഡിയായി കേട്ടോ. ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ കുറച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട്. അപ്പോൾ അപ്പുറത്തോട്ട് നമ്മുടെ ചപ്പാത്തി തവ വെച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ഇനി ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ചുട്ട് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വൈകിട്ടത്തെ പച്ചക്കറി വാങ്ങലും അതൊക്കെ ആയിട്ട് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.